അധികാരം അപകടകരമായി മാറുന്നത് എപ്പോഴാണ് എന്നറിയാമോ? ഒരു ഭരണാധികാരിക്ക് ചുറ്റും, ഒരു നേതാവിന് ചുറ്റും സത്യം പറയുന്ന ആളുകൾ ഇല്ലാതാകുമ്പോഴാണ് അധികാരം അപകടകരമായി മാറുന്നത്. ഒരു നേതാവ്, ഒരു ഭരണാധികാരി ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ ശേഷിയുള്ളവർ ഒപ്പമില്ലെങ്കിൽ ആ നേതാവ് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും, അധികാരം അപകടത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രാമായണത്തിലെ മണ്ഡോദരി എന്ന് പറയുന്ന മഹാറാണിയുടെയും രാവണൻ എന്ന് പറയുന്ന മഹാരാജാവിന്റെയും ജീവിതം. രാവണൻ ചെയ്യുന്നത് പലതും തെറ്റാണെന്ന് കൃത്യമായി അറിയാവുന്ന ആളായിരുന്നു മണ്ഡോദരി. ആദ്യമെല്ലാം രാവണന്റെ തെറ്റുകൾ തിരുത്താൻ മണ്ഡോദരി ശ്രമിച്ചുകൊണ്ടിരുന്നു എങ്കിലും നിരന്തരം തെറ്റുകൾ ചെയ്യാൻ തുടങ്ങിയ രാവണൻ മണ്ഡോദരിയുടെ വാക്കുകൾ കേൾക്കാതായി. ഒടുവിൽ സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവന്നപ്പോൾ വീണ്ടും മണ്ഡോദരി രാവണനെ തിരുത്താൻ ശ്രമിച്ചു. രാവണൻ ചെയ്തത് തെറ്റാണെന്നും ലങ്കയ്ക്ക് സർവനാശമുണ്ടാകുമെന്നും ഇതൊഴിവാക്കാൻ സീതയെ തിരികെ അയക്കണം എന്നുമാണ് മണ്ഡോദരി പറഞ്ഞത്. അത് ഒരിക്കലും രാവണൻ കേട്ടതേയില്ല. അതിന്റെ ഫലമായിരുന്നു രാമരാവണ യുദ്ധവും രാവണന്റെ പതനവും. നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെ നമുക്ക് നോക്കിക്കാണുമ്പോൾ അധികാരത്തിലിരിക്കുന്ന, അധികാരം കൈയാളുന്ന പലരും തെറ്റുകൾ ചെയ്യുകയും ആ തെറ്റുകൾ ഒരിക്കലും തിരുത്തപ്പെടാതെ പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നേതാക്കളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധികാരികളുടെ ചുറ്റും അവർക്ക് വിശ്വസ്തരായ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന, സത്യം പറയുന്ന, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശേഷിയുള്ള ആൾക്കാരില്ലാതായി പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. താൻ എല്ലാം തികഞ്ഞവനാണെന്ന ധാരണയുണ്ടാവുകയും താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം അധികാരികൾ വളർന്നു വരാതിരിക്കണമെങ്കിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന, നിരന്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹം വളർന്നു വരിക തന്നെ വേണം. ഇല്ലെങ്കിൽ രാവണന്റെ സുവർണ ലങ്ക തകർന്നടിഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമുള്ളത് എല്ലാം തകർന്നടിയാം. മണ്ഡോദരി ഒരു വലിയ സൂചനയാണ്.